ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇതൊരു 4 ദിവസമായിട്ടോ ഈ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ മടിയായ കാരണം മിണ്ടാതിരുന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു കാര്യമുണ്ട് കേട്ടോ, അത് ഞാൻ ലാസ്റ്റ് പറയാവേ ആ കാര്യം എന്താണെന്നുള്ളത്. പിന്നെ ഞാൻ ഇന്നും കുറച്ച് ഭക്തിപ്പാട്ടൊക്കെ വെച്ചാൽ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് തന്നെ ഒന്ന് ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. ഞാൻ പുറത്തൊക്കെ വന്ന് നോക്കിയതാണ്, നല്ലപോലെ ഇരുട്ടുണ്ട് കേട്ടോ, നേരം വെളിച്ചായി വരണേ ഉള്ളൂ. പിന്നെ അവിടെ കാണുന്നത് മുരുകൻ്റെ ഒരു അമ്പലമാണ് കേട്ടോ. പിന്നെ ഞാൻ അടുക്കളയിൽ വന്ന് ലൈറ്റൊക്കെ ഇട്ട ശേഷം ഞാൻ പുറത്തു വന്ന് കോലമൊക്കെ ഇടുകയാണ്. എൻ്റെ മുൻപ് അമ്മ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മവൻ്റെ മുറ്റോടിക്കലും വെള്ളം തെളിക്കലൊക്കെ അമ്മ ചെയ്തോളേ. പിന്നെ ഞാൻ വിളക്ക് കൊളുത്താനുള്ള പൂവൊക്കെ പറിക്കണം കേട്ടോ. അത്യാവശ്യം പൂക്കളുണ്ട്. പിന്നെ വെട്ടിവിട്ട ചെടിയൊക്കെ ഒന്ന് ഇങ്ങനെ എന്താ പറയുക അങ്ങനെ കുളിർത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വിളക്കൊക്കെ തെളിയിച്ചു. പിന്നെ ഞാൻ എന്നും പുറത്തു കൊണ്ട് കാണിക്കും കേട്ടോ വിളക്ക്. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഹാളിൽ വെക്കും, ഒരു 10-15 മിനിറ്റൊക്കെ ഞാൻ വെക്കും കേട്ടോ. പിന്നെ ഞാൻ വിളക്കൊക്കെ തെളിയിച്ച് അടുക്കളയിൽ വരുമ്പോഴേക്കും അമ്മ ചോറിനുള്ള അരിയൊക്കെ ഇടുകയാണ്. അമ്മ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ആ ക്ലിപ്സ് ആഡ് ചെയ്താണിതിൽ. പിന്നെ ഞാൻ വിളക്ക് തെളിയിച്ച് വന്ന ശേഷം ചോറ് വെന്തുണ്ടോ നോക്കിയതാണ്. കുറച്ചും കൂടെ അത് ഇങ്ങനെ വേവണമായിരുന്നു. ഞാൻ പിന്നെ ഫ്രിഡ്ജിലുള്ള മാവ്, ചായക്കുള്ള പാലൊക്കെ എടുത്ത് പുറത്ത് വെക്കുകയാണ്. പിന്നെ ഞാൻ ചായ വെക്കുന്നത് ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കതിനുള്ള ടൈം ഒട്ടും ഇല്ലായിരുന്നു കേട്ടോ, കുട്ടികൾക്ക് നേരത്തെ പോകണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഇന്നേക്ക് തക്കാളി പുളിങ്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് ഇന്നേക്ക് ഇഡ്ഡലിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറിനും പിന്നെ ഇഡ്ഡലിക്കും നല്ല സെറ്റാവും കേട്ടോ. ഈ തക്കാളി കുറച്ച് പുളി ഒഴിച്ച് വെക്കുക. ഞങ്ങൾ കൊല്ലംകോട്ടുകാർ വെക്കും, പക്ഷെ ഞങ്ങൾ അധികമായിട്ട് വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ വെക്കുന്നതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊന്ന് വാർത്തെടുക്കുകയാണ്. പിന്നെ പാല് വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വേഗം പോവുകയാണ് കേട്ടോ. കുട്ടികളൊക്കെ ഉള്ളിൽ അവരെ കാര്യങ്ങളൊക്കെ നോക്കണം. അവർക്ക് സമയമുള്ളപ്പോൾ അവർ നമുക്ക് പാല് വാങ്ങിക്കൊണ്ട് തരും കേട്ടോ. പിന്നെ എന്തെങ്കിലും തക്കാളി പുളിങ്കറിക്കുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കുറച്ച് കടുക്, വെന്തയം, ജീരകം നല്ലപോലെ ഒന്നിട്ട് പൊട്ടി വന്ന ശേഷം ചെറിയ ഉള്ളിയിട്ട് നല്ലപോലെ ഒന്ന് വഴട്ടണം കേട്ടോ. ഈ വഴട്ടണയിലാണ് ടേസ്റ്റ് തന്നെ ഇരിക്കുന്നത്. പിന്നെ നല്ലപോലെ വഴണ്ട് വന്ന ശേഷം നമുക്ക് തക്കാളി കുറച്ച് അധികം തന്നെ വേണം കേട്ടോ. നമ്മൾ തക്കാളി കറിയാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് അധികം തന്നെ നമുക്ക് വേണം. അത് ഇട്ട് വഴണ്ട് വന്ന ശേഷം നല്ലപോലെ ഒന്ന് വഴണ്ട് വരണം കേട്ടോ, ഇങ്ങനെ ഉടഞ്ഞ് വരണം. പിന്നെ അതൊന്ന് എന്താ പറയുക, ഉടഞ്ഞ് വരാൻ ഒന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാവേ. പിന്നെ നമുക്ക് പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഇങ്ങനെ എല്ലാത്തിനും ഈ വഴട്ടണം കേട്ടോ, അതിലാണ് ടേസ്റ്റ് ഇരിക്കുന്നത് തന്നെ. പിന്നെ കുറച്ച് നല്ല വഴണ്ട് വന്ന ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് പുളിയും പിഴിഞ്ഞൊഴിക്കണം കേട്ടോ. ഒരുപാട് ഒഴിക്കരുത്, ഒരുപാട് ഒഴിച്ച് അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. നമ്മൾ ഓൾറെഡി തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ ഞാൻ അത് ഒന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ. നമ്മുടെ ആ പച്ചമണം ഒന്ന് പോകുന്നവരൊന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോഴത്തേക്ക് അബി വന്നിട്ടുണ്ടായിരുന്നു. അവനക്ക് രാവിലെ ഞാൻ മുട്ട വേവിച്ച് 2 പേർക്കും കൊടുക്കും. ഇന്ന് അവൻ മുട്ട ഓംലേറ്റ് മതിയമ്മ എന്ന് പറഞ്ഞപ്പോൾ അവൻ തന്നെ ചെയ്യാണ് കേട്ടോ. അതൊക്കെ എനിക്ക് ചെറിയ ഹെൽപ്പൊക്കെ അവർ ചെയ്തോളും. അവൻ രാവിലെ ചോറാണ് കഴിച്ചിട്ട് പോകുന്നത്. പിന്നെ ഞാനിന്ന് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഇഡലിക്കുള്ള വെള്ളമൊക്കെ ഇൻഡക്ഷൻ സ്റ്റൗവിൽ വെക്കുകയാണ്. പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ഉപ്പേരി വെക്കാൻ നമുക്ക് ചീഞ്ചട്ടിയൊക്കെ അടുപ്പത്ത് വെക്കാം കേട്ടോ. പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ കാണുന്നവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എപ്പോഴും സമയം കിട്ടുന്നത് വെച്ച് എൻ്റെ ഈ ലോങ് വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോവുള്ളൂ. പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. പിന്നെ തേങ്ങയൊക്കെ ഒന്ന് ചിരവ് വേണം കേട്ടോ. നമുക്ക് തക്കാളി കറിക്ക് കുറച്ച് തേങ്ങ അരപ്പ് വേണം. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ചിരവി എടുക്കുകയാണ്. പിന്നെ ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പുളി നമ്മളൊന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ അരപ്പൊക്കെ ഒന്ന് ചേർത്താം കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് കുറച്ചൊന്ന് തിളച്ച് വരണം, ഒരു 5 മിനിറ്റ് ഒന്ന് തിളക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ തന്നെ അത് ഒരു ടേസ്റ്റ് വരുള്ളേ. പിന്നെ ഞാൻ വേഗം ഇഡ്ഡലിയൊക്കെ ഒഴിച്ച് വയ്ക്കുകയാണ്. ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല. അബി ചോറാണ് കഴിച്ചത്, അപ്പോൾ അച്ഛന് മാത്രമേ വേണ്ടൂ. അപ്പോൾ അവനക്കുള്ളത് മാത്രമേ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞ ശേഷം ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളൂ. പിന്നെ ഇഡ്ഡലിയൊക്കെ ഒഴിച്ച് വെച്ചു. അപ്പോഴത്തേക്ക് ഇത് അബി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ റെഡിയായി അവൻ്റെ എല്ലാം കഴിഞ്ഞു കേട്ടോ, അവൻ പോകാൻ നിൽക്കുകയാണേ. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രമൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഒന്ന് ഉരുളക്കിഴങ്ങ് ഞാൻ വറുക്കുന്നില്ല, വറുത്ത് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് അത് കഴിക്കുമ്പോൾ തന്നെ ടേസ്റ്റ് വ്യത്യാസം വരണം. അപ്പോൾ ഞാൻ അധികം വറക്കാണ്ട് ഒരു ചെറുതായിട്ടൊരു പദത്തിൽ ഇങ്ങനെ ഉപ്പേരി വെച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കടുക് പൊട്ടിച്ച ശേഷം നമുക്ക് പിന്നെ ഉരുളക്കിഴങ്ങ് അതിലിടാം കേട്ടോ. ഞാൻ നല്ല ഇങ്ങനെ വഴറ്റിയ ശേഷം പിന്നെയും ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇടാറുള്ളൂ. ചില സമയം വറുക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ എല്ലാം ഒന്നായി മിക്സ് ചെയ്യുള്ളൂ കേട്ടോ. മുളക് പൊടിയൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്യുള്ളൂ. പിന്നെ അതൊന്ന് നന്നായി ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും ഇപ്പുറത്തെ അടുപ്പിൽ കറിയൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് വേറെ പാത്രത്തിലാക്കി വെക്കാം കേട്ടോ.
നമ്മൾ വേറെ പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗമൊക്കെ കുറേശ്ശെ ക്ലിയറായി കിട്ടുമല്ലോ നമ്മൾക്ക്. അപ്പോഴത്തേക്കും ഞാൻ ഇപ്പുറത്തെ ഇൻഡക്ഷൻ അടുപ്പിൽ ഇഡ്ഡലിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അതൊക്കെ ഒന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡക്ഷൻ അടുപ്പിൽ വെക്കുമ്പോൾ നല്ലൊരു സൗകര്യം കേട്ടോ, പെട്ടെന്ന് ആയി വരുന്നുണ്ട്. പിന്നെ അച്ചുവിന് ഞാൻ ഇഡ്ഡലിയൊക്കെ കൊടുക്കണം കേട്ടോ. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. പിന്നെ ലഞ്ച് ബോക്സ് നമുക്ക് പാക്ക് ചെയ്യാം കേട്ടോ, 2 പേർക്കും പാക്ക് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ ഞാൻ ലഞ്ചൊക്കെ ഒന്ന് പാക്ക് ചെയ്യാണ്. പിന്നെ ഉപ്പേരിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിയൊക്കെ കുറച്ച് അബി എന്താ പറയുക, കറി കുറച്ചേ ഒഴിച്ച് കഴിക്കാറുള്ളൂ കേട്ടോ. അച്ചു ഇത്തിരി നന്നായി കഴിക്കുള്ളൂ. അപ്പം ഞാൻ അവന് കുറച്ചേ ആക്കാറുള്ളൂ കേട്ടോ. എപ്പോഴും ഉപ്പേരിയൊക്കെ ആണെങ്കിൽ കഴിച്ചോളും. പിന്നെ ഏതാ ലഞ്ചൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വീഡിയോ ഇടാൻ വൈകിയത് എൻ്റെ ട്രൈപോഡൊന്ന് പൊട്ടിപ്പോയിരുന്നു. ഞാൻ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ലേറ്റ് ആവും പറഞ്ഞിട്ടാണ് ഞാൻ അടുത്തുള്ള ഷോപ്പിലൊക്കെ പോയി അന്വേഷിച്ചു കേട്ടോ, കിട്ടിയില്ല. ഇപ്പോഴും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ട്രൈപോഡ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ലഞ്ചൊക്കെ ഇതാ പാക്ക് ചെയ്യാണ്. അച്ചുവിൻ്റെയൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വയ്ക്കണം. പിന്നെ ഞാൻ ചെറിയ ചെറിയ സഹായമൊക്കെ അവൻ എനിക്ക് ചെയ്തു തരും കേട്ടോ. പിന്നെ അവൻ പറയുകയാണ്, മഴയാണമ്മ സൈക്കിളിൽ പോകുമ്പോൾ മൽഗാർഡിൻ്റെ അവിടെ നിന്ന് എനിക്കിങ്ങനെ ചെളി തെറിക്കുന്നുണ്ട് എന്നൊക്കെ. എന്നും പരാതി തന്നെയാണ് കേട്ടോ അച്ചുവിന്. പിന്നെ അവന് ഞാൻ ചന്ദനക്കുറയൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ അച്ചുവും പോയിട്ടുണ്ട്. ഞാൻ പറയും കേട്ടോ ഇന്ന് മെല്ലെ പോകണം നല്ല തിരക്കുണ്ട് എന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.